അവരാണ് പിന്നെ പരീക്ഷ എഴുതിയിട്ട് എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതി ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയിട്ട് മാറി വരുന്നത്. ഒരു രണ്ടാം ബെഞ്ചുകാരുണ്ട്. അവരിങ്ങനെ ക്ലാസ്സിൽ മാത്രമല്ല പുറത്തു നിന്ന് ശ്രദ്ധിക്കും. അവരൊക്കെ പിന്നെ പഠിച്ചു വലുതായി IAS IPS ഒക്കെ നേടി ആദ്യം പറഞ്ഞ ആളുകളൊക്കെ ഭരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു ബെഞ്ചുകാരുണ്ട്. അവർ അകത്ത് ശ്രദ്ധിക്കൂല, പുറത്തെ ശ്രദ്ധിക്കുള്ളൂ. അവർ പിൽക്കാലത്ത് പിന്നെ MLA മാരും മന്ത്രിമാരും ജനപ്രതിനിധിയും ഒക്കെ ആയിട്ട് കുറച്ചുകൂടി ആദ്യം പറഞ്ഞവരെ ഭരിക്കും. പിന്നെ ഒരു ബെഞ്ചുകാരുണ്ട്. അവർക്ക് അകത്തുള്ള ശ്രദ്ധ, പുറത്തുള്ള ശ്രദ്ധ. അവർ വലിയ ബിസിനസ്സുകാരും വ്യവസായികളൊക്കെ ആയി ആദ്യം പറഞ്ഞവരെ ഭരിക്കും. എന്നാൽ ഒരായി തീരുമെന്നുള്ളത് അതിന്റെ ഒരു സ്വാഭാവിക പരിണാമമാണ്. അതാണ് പത്രപ്രവർത്തനത്തിന് അടിസ്ഥാനമായ ഒരു സംഗതി. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് നേരത്തെ ബാബു സാർ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു സാംസ്കാരികമായ ഒരു സമന്വയമാണ്. അത് മലപ്പുറത്തിനുണ്ട്. മലപ്പുറത്തിന്റെ അതിമഹത്തായ ധാരകൾക്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഇടശ്ശേരി മഹാകവി പാടിയിട്ടുണ്ടല്ലോ, മാപ്പിളയെ നീ എൻ അരവിയെങ്കിൽ തോളിൽ കൈവച്ച് നടന്നുകൊള്ളൂ എന്ന്. അത് എങ്ങനെ പാടേണ്ടി വന്നു എന്നാൽ ഇടശ്ശേരി എന്ന് പറയുന്ന ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന നായരുകുട്ടിക്ക് വീട്ടിലെമ്പാടും പട്ടിണിയുള്ളപ്പോ ഉച്ചക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നത് പച്ചവെള്ളം കുടിക്കാനാണ്. എന്നാലും സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ പോയില്ലെങ്കിൽ നാട്ടുകാരതറിയും. അലവിയാണെങ്കിലോ അലവിന്റെ വാപ്പക്ക് ചായ കച്ചവടമുണ്ട്. അവിടെ പോയി ചായ കുടിച്ച് നല്ല പുട്ടും പഴമൊക്കെ അടിച്ചു മാറിയിട്ടാ വരിക. പക്ഷെ വരുമ്പോഴൊക്കെ അലവി ഒരു പൊതി കയ്യിൽ കരുതിയിട്ടുണ്ടാവും. തെങ്ങിന്റെ ഇപ്പുറത്ത് പറഞ്ഞു നിൽക്കുന്ന ഈ നായരുട്ടിക്ക്, തറവാട്ടിലെ കുട്ടിക്ക് ആ പൊതി കൊടുക്കും. 2 മൈസൂർപ്പഴം ഉണ്ടാവും, 2 പൂവമ്പഴം ഉണ്ടാവും. അത് തിന്നും. അലവിന്റെ വാപ്പ ഇത് കണ്ടുപിടിച്ചു. അലവി കട്ടുകൊണ്ടു പോകുന്നതാണ് കണ്ടുപിടിച്ചത്. എന്താ ചെയ്യുന്നു എന്നല്ല, ഇത്ര പള്ള നിറച്ച് എനിക്ക് സാധനം തന്നിട്ടും കക്ക് എന്ന് ചോദിച്ചിട്ട് തെങ്ങിൽ കെട്ടിയിട്ടിട്ടും മകനെ പൊതിരെ അടിച്ചു. ഇപ്പുറത്ത് തെങ്ങിന്റെ മറവില്ലെന്ന് പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഗോവിന്ദൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, അരവി എന്റെ പേരെങ്ങാനും പറഞ്ഞു പോയാൽ, എനിക്ക് വേണ്ടി എങ്ങാനും പറഞ്ഞു പോയാൽ എന്റെ കുടുംബം, എന്റെ അമ്മ, എന്റെ അച്ഛനമ്മമാർ, എന്റെ പൂർവ്വപിതാക്കൾ, അവരുടെ എല്ലാം മാനം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഞങ്ങളുടെ തറവാടിന്റെ മഹത്വമാണല്ലോ തകർന്നു പോകുക. ഞങ്ങളുടെ തറവാടിന്റെ അസ്ഥിവാരം തകർന്നു പോകുമല്ലോ. അലവിക്ക് എന്നെ പറയാൻ തോന്നാതിരിക്കട്ടെ എന്ന് കണ്ണിറുകെ അടച്ച് ഗോവിന്ദൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് അലവി എനിക്ക് വേണ്ടി തന്നെയാണ്, എനിക്ക് തിന്നാൻ തന്നെയാണ്, എനിക്ക് സ്കൂള് ഉച്ചക്ക് ശേഷമുള്ള ഇടവേളയിൽ വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മേലിന്ന് ചോര പൊട്ടുന്നത് വരെ ആ അടി ഏറ്റുവാങ്ങിയ അലവി. അപ്പോഴാണ് ഗോവിന്ദൻ ഇടശ്ശേരി എന്ന മഹാകവി എഴുതുന്നത്, മാപ്പിളയെ നീ എൻ അലവിയെങ്കിൽ തോളിൽ കൈവച്ച് നടന്നുകൊള്ളൂ, കാഫിറെന്ന് എന്നെ വിളിച്ചുകൊള്ളൂ എന്ന്. അവിടെ മറ്റൊരുത്തന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അടിയേറ്റുവാങ്ങിയ ഒരലവി. ഇതാണ് അടിസ്ഥാനപരമായ നമ്മുടെ ഒരു മലപ്പുറം എന്ന് പറയുന്നത്. എല്ലാറ്റിന്റെയും അപ്പുറത്തുള്ള മലപ്പുറത്തിന്റെ തനിമ. നേരത്തെ കബീർ സാഹിബും രാജബാബു സാറും എല്ലാവരും ചൂണ്ടിക്കാണിച്ച മലപ്പുറത്തിന്റെ ഒരു ആത്മാവെന്ന് പറയുന്നത്, ആ ആത്മാവിന്റെ ഒരു ധാര ഉണ്ട് നമ്മുടെ ഈ മക്കരപ്പുറം പ്രദേശത്തിന്, നമ്മുടെ പരിസരങ്ങൾക്ക്, നമ്മുടെ ഗ്രാമങ്ങൾക്ക്. എല്ലാറ്റിനും അപ്പുറത്തേക്കുള്ള ഒരു മുൻകരുതലിന് വേണ്ടി എല്ലാവരും കൈകോർത്ത് പിടിച്ച് മുന്നേറുന്ന ഒന്ന്. അങ്ങനെ ഒന്നിൽ ഒരു സഹകരണം, ഒരു സാംസ്കാരിക സഹകരണം നമ്മൾക്ക് ഇന്നിവിടെ ഉണ്ടാകുന്നു മാത്രം. അതിനൊരു കാരണം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടായിരിക്കും. എന്തായിരുന്നാലും ഈ സ്വീകരണം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒന്നായിട്ടുണ്ടാവും. ഇതിനെ സ്വീകരണമെന്ന്, ആദരവെന്ന് എന്നൊന്നും പറയാത്തതിനപ്പുറത്തേക്ക് എന്റെ പേരിൽ ഒരു ഒത്തുചേരൽ ഉണ്ടായി എന്നുള്ളതിന്റെ സന്തോഷം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന ഒരു മഹാപുരുഷ കേസരിയുടെ ഓർമ്മകൾ, അതിലൂടെ മലബാറിന്റെയോ കേരളത്തിന്റെയോ, മലബാർ എന്ന് പറഞ്ഞതിൽ നിന്ന് ദുവാർത്തെ ബർബോസ എന്ന പോർച്ചുഗീസ് എഴുത്തുകാരൻ പറയുന്നത് കാസർഗോഡിന്റെ ഏഴിമലക്കപ്പുറത്തുള്ള കുമ്പള മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഒന്നാകുന്നു മലബാർ എന്നാണ്. എന്ന് പറയുമ്പോൾ മലബാർ കേവലമായ ഈ ഒരു മലബാർ എന്ന് പറയുന്ന ഇന്ന് പറയുന്ന അർത്ഥത്തിലല്ല, കേരളം മുഴുവൻ മലബാറാണ്. ആ മലബാറിന്റെ പ്രതിരോധ സമരങ്ങളെ മുഴുവൻ എടുത്തുയർത്തുകയും അതോടൊപ്പം ഇവിടെ ഇപ്പോൾ പ്രതീകാത്മകമായി വാളും പരിചയം, വാളും പരിചയക്കും അപ്പുറത്തേക്ക് പ്രണയത്തിന്റെ ഒരു തൂലിക കൂടി ഉണ്ടായിരുന്നു മോയിൻകുട്ടി വൈദ്യർക്ക് എന്നുള്ളതാണ്. നാമക്കാരുത്തൻ ബദറുൽ മുനീർ നാളകം മൊത്ത പുരുഷറില്ലേ, താമര പൂക്കും മുഖത്തെ കണ്ടാൽ തേനാർ ചിറക്കും പയക്കം കേട്ടാൽ എന്ന് മോയിൻകുട്ടി വൈദ്യർ എഴുതിയത് യുദ്ധത്തിൻ്റെതായിരുന്നില്ല, പ്രണയത്തിൻ്റെതായിരുന്നു. ആ പ്രണയവും യുദ്ധവും ഒരുപോലെ ഇടകലർന്ന ഒന്ന്. അത് തന്നെയാണ് മനുഷ്യ സംസ്കൃതി എന്ന് പറയുന്നത്. പ്രണയവും യുദ്ധവും ഏറ്റുമുട്ടലുകളും പ്രശ്നങ്ങളും അതിന്റെ സങ്കീർണതകളും ഇടകലർന്ന് നിൽക്കുന്ന ഒന്നാണ്. അത് എഴുതിയ മോയിൻകുട്ടി വൈദ്യരുടെയും അതിന്റെ മുമ്പേ കടന്നുപോയവരുടെയും ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നവരുടെയും കൂടിയുള്ള ഒരു സംസ്കാര സംഗമമാകുന്നു ഇത്. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. ഒറ്റ കാര്യം പറയാം. ഈ 921 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ വിരിമാറ് കാണിച്ച ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അവർ ചോദിച്ചൊരു ചോദ്യം ഞാൻ ആരാണെന്ന് അറിയുമോ എന്നാണ്. ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരാളുണ്ട്. അത് ബദറിലെയും മുഹദിലെയും ഖന്തക്കിലെയും കഥകൾ പഠിപ്പിച്ചു കൊടുത്ത മോയിൻകുട്ടി വൈദ്യരുടെ
പടപ്പാട്ടുകളാണ്. ആ പടപ്പാട്ടിൽ നിന്ന് എടുത്ത പാരമ്പര്യത്തിന്റെ ഒരു ഊർജത്തിൽ നിന്നാണ് ഞാൻ ആരാണെന്നറിയുമോ എന്ന ചോദ്യം പിൽക്കാലത്തെ തലമുറ ഉയർത്തിയിട്ടുള്ളത്. അപ്പോ ഒരു ആത്മാഭിമാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവരെ അതിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് മഹാകവി കോയിക്കുട്ടി വൈദ്യരുടെ രചനകളുടെ പ്രത്യേകത. മുമ്പും ശേഷവും വന്ന എല്ലാ രചനകളുടെയും ഈ നാടിന്റെയും പ്രത്യേകത അതാണ്. ഞാനിവിടെ രാജൻബാബു സാർ ഇരിക്കുമ്പോൾ പറയട്ടെ, നിഷ്കാസിതന്റെ നിശബ്ദയാമങ്ങളിൽ നിഷ്ഠുരം പൊട്ടി ചിരിച്ചിടാം തോക്കുകൾ എന്ന് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്ര ഭാരങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എഴുതിയത്. എന്നും അധികാരത്തുനിന്ന് പുറന്തള്ളപ്പെടുന്നവനോ അധികാരത്തെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരുത്തി ഞാനാണ് രാഷ്ട്രമെന്ന് കരുതുന്നവനോ നേർക്ക് തോക്കുകൾ പൊട്ടിച്ചിരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് കാലം നൽകുന്നത് അത് കവിതയുടെയും സംസ്കാരത്തിന്റേതുമാണ്. ഇങ്ങനെ ഒരു സായാഹ്നത്തെ സംഘടിപ്പിച്ചതിന് ഇതിന്റെ സംഘാടകരോട് ഞാൻ എന്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനുള്ള നന്ദി എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ കാര്യങ്ങളിൽ പ്രകാരമുള്ളതുപോലെ ഇനിയും എനിക്ക് മറ്റു അതിന്റെ ഒന്നുമല്ല. പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെയോ മറ്റിന്റെ ഒന്നും ഭാഗമായിട്ടുള്ള ഒരാളല്ല. അല്ലാത്തൊരു വഴിയാണ് എന്റേത് എന്നുള്ളത് ഞാൻ വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതിനുമൊപ്പത്തേക്കുള്ള ഈ ഇടപെടലുകളിൽ നിങ്ങളുടെ സ്നേഹവായ്പകളും താല്പര്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഈ സ്നേഹത്തിന് മനസ്സ് തൊട്ട നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.